പൂഞ്ഞാർ മണ്ഡലത്തിലും ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ള നടന്നെന്ന വെളിപ്പെടുത്തലുമായി പി.സി. ജോർജ്. പ്രചാരണത്തിനായി 4,45,00,000 രൂപ ചെലവായെന്ന കണക്കിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് പി.സി. പറയുന്നത്. കണക്ക് കാണിച്ചാൽ ബി.ജെ.പി പ്രവർത്തകർക്ക് നാണക്കേടുണ്ടാകുമെന്നും പി.സി. ജോർജിന്റെ ആരോപണം. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കറിയാമോ? എത്ര പേർക്കറിയാം? നിങ്ങൾ ആരൊക്കെ അതിന് വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു. ഞാൻ അങ്ങനെ തൊട്ടില്ല കേട്ടോ. ആ രൂപ ഞാൻ തൊട്ടില്ലെന്ന് മാത്രമല്ല, അത് മുഴുവൻ നമ്മുടെ സജി കുരീക്കാടിനെ ഏൽപ്പിച്ചേക്കുന്നത് എനിക്ക് പറ്റില്ല. സാമ്പത്തിക കാര്യത്തിൽ ഇടപാടില്ലാത്തതാണ്. സാമ്പത്തിക കാര്യം നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് എനിക്ക് കൊടുക്കുന്നു. 4,45,00,000 രൂപ ചെലവായതായിട്ട് കണക്ക് കൊടുക്കുന്നു. ഞാൻ ആരെയും കാണിക്കാൻ പറയും. കാരണം അത് കാണിച്ചത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ മുഴുവൻ നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു വെച്ചു, അവർ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വിടാതിരിക്കാന്നുള്ളതാണ് മാർഗം. ഞാൻ വിടുന്നില്ല, ഇപ്പോഴും വിടാൻ തയ്യാറില്ല. പരാമർശം വിവാദമായതോടെ മലക്കം പറഞ്ഞ പി.സി. ജോർജ് പൂഞ്ഞാറിൽ ഇലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും തനിക്കറിയില്ല. എരുമേലിയിൽ പറഞ്ഞത് ശരിയല്ലെന്നും അതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും പി.സി. ജോർജ് പറഞ്ഞു. ഇലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കില്ല എന്ന് ശപഥം ചെയ്ത് പറഞ്ഞാണ്. കമ്മിറ്റിക്ക് ഒന്ന് 2 ബി.ജെ.പി സ്ട്രോങ് ആളുകൾ, അതാ രസം. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4,45,00,000 രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു, എവരൊക്കെ തിന്നു അറിയേണ്ടതായിട്ടുള്ളതൊക്കെ ഞാൻ എന്നെ ചൂടായി. അത് കഴിഞ്ഞ പാർട്ടി നേതൃത്വത്തിനെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്ക് പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. 100 രൂപ ഒരു ചെലവഴിച്ചതിൻ്റെ കണക്കെന്നെ കൊണ്ട് കാണിച്ചു. 1 പൈസ പോലും ആരും നഷ്ടപ്പെട്ടിട്ടില്ല, കട്ടിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഇവിടുത്തെ ഇലക്ഷൻ ചാറി മുഴുവൻ വഹിച്ചിരുന്ന ഒരു സജി കുരിക്കാട്, സജി എന്ന് അവർ പറഞ്ഞ സജി കുരിക്കാട് എന്നാണ്. അങ്ങനെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 5 പൈസ പോലും കക്കുകയും മൂട്ടുകയും ചെയ്യുന്ന ആളല്ല. വളരെ മാന്യനാണ്. അതേസമയം പി.സി. ജോർജിന്റെ ആരോപണങ്ങൾ ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തള്ളി. ആദ്യം പറഞ്ഞത് പറഞ്ഞു, ഓക്കെ, അത് കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അല്ല, മുഴുവൻ സ്റ്റോറി കഥ പറയുമ്പോ മുഴുവൻ കഥയുടെ ആദ്യത്തെ ചാപ്റ്ററും ഫൈനൽ ചാപ്റ്ററും പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അജിത് ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്ത്, സാധാരണയായി വിദ്വേഷം വിളമ്പാനും വിദ്വേഷം തുപ്പാനൊക്കെയാണ് പി.സി. ജോർജ് വാതുറക്കാറ്. പക്ഷേ ഇത്തവണ അദ്ദേഹം ഒരു കാര്യമായി തന്നെ പറഞ്ഞു. അത് ഒരു 4 കോടിക്ക് മുകളിലുള്ള ഒരു കണക്കിൻ്റെയാണ്. അതൊന്നും അറിയില്ല, അത് പറഞ്ഞാൽ നാണക്കേടാണ്. പോരാത്തതിന് കാറ് വാങ്ങുന്നവർക്ക് ചില പ്രാക്കുകളും അദ്ദേഹം ആ യോഗത്തിൽ പറയുകയുമുണ്ടായി. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിൽ തന്നെയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ തുറന്നുപറച്ചിൽ ഏത് തരത്തിലാണ് പാർട്ടിയെ വലിയ വെട്ടിലാക്കുന്നത് എന്നുള്ളത്. അത് അദ്ദേഹം തള്ളുകയാണ്. ഒപ്പം ഈ തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെയും ബി.ജെ.പിയിൽ ഉയർന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നിലവിൽ പി.സി. ജോർജും ഒരു തുറന്നുപറച്ചിൽ നടത്തുന്നത്. അതൊക്കെ ഒതുക്കി തീർക്കാനും ഒരു ആഭ്യന്തര അന്വേഷണത്തിൻ്റെ പരിധിയിൽ മാത്രം കൊണ്ടുവന്ന് പരസ്യമായി നിഷേധിക്കുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും ബി.ജെ.പിയെ വെട്ടിലാക്കിക്കൊണ്ട് പി.സി. ജോർജിൻ്റെ ഈ പ്രതികരണങ്ങൾ. ശ്യാമലി ശശിധരൻ, ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കഥ പറയുമ്പോൾ മുഴുവനായി പറയണം. അതെ, ശരിയാണ്. അതിൽ 2 കഥയുണ്ട്. പി.സി. ജോർജ് 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ബി.ജെ.പിയുടെ യോഗത്തിൽ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്, ആ പ്രതികരണം ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. അതിൽ പ്രധാനമായും 4.5 കോടി രൂപ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പൂഞ്ഞാറിലെത്തി എന്നുള്ള പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം 40 ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാൻ കഴിയുക. അവിടെ 4.5 കോടി രൂപ, പൂഞ്ഞാർ പോലെ ബി.ജെ.പി ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമല്ല, അവിടെ പോലും 4.5 കോടി രൂപ എത്തിയെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ്. മാത്രമല്ല, ആ പണം ബൂത്ത് കമ്മിറ്റികളിലേക്ക് എത്തിയില്ല. 31,000 രൂപ വീതം ബൂത്ത് കമ്മിറ്റികൾ നൽകണമെന്ന് പറഞ്ഞു. പക്ഷേ ആ പണം എത്തിയില്ല. ബി.ജെ.പിയുടെ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജി കുരീക്കാടാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതെന്ന് ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ നടത്തിയത്. അതിൽ കാറ് മേടിച്ചവർക്കുള്ള പ്രാക്കും
ഇതുകൊണ്ട് ഈ പണം കൊണ്ട് BJP-യുടെ പണം മോഷ്ടിച്ചവർ രക്ഷപ്പെടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം PC ജോർജ് ഈ യോഗത്തിൽ പരസ്യമായി തന്നെ രഹസ്യമായി പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് വിവാദമായതോടെ സംസ്ഥാന നേതൃത്വം വെട്ടിലാക്കുകയാണ്. PC ജോർജ് ഈ പൂഞ്ഞാറിലുള്ള പ്രാദേശിക നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് പറഞ്ഞതെങ്കിൽ സംസ്ഥാനത്താകെ കുറച്ചു കാലങ്ങളായി BJP-ക്കെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പണം ഒഴുക്കി എന്നുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. BJP ലക്ഷ്യം വെച്ച മണ്ഡലങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുക്കി എന്നുള്ള ആ വിമർശനത്തിന് അനുകൂലമാകുന്ന പ്രതികരണമാണ് PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതോടുകൂടി സംസ്ഥാന നേതൃത്വം ആകെ വെട്ടിലായി. ഈ തുക എവിടെ എന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഒഴിഞ്ഞു മാറാനല്ലാതെ മറ്റു വഴികളില്ലാത്ത അവസ്ഥ. ഇതോടുകൂടി BJP തന്നെ PC ജോർജിനോട് ഈ കാര്യത്തിൽ ഒരു തിരുത്തൽ നടത്തണമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ വരികളാണ് നമ്മൾ കേട്ടത്. ഒന്നും തനിക്ക് അറിയില്ല, തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്താണെന്ന് പോലും അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല ഈ സജി കുര്യക്കാടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത് തെറ്റിദ്ധാരണ മൂലമാണ്. അദ്ദേഹം വളരെ മാന്യനാണ്, ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്, 1 രൂപ പോലും കക്കുന്ന ആളല്ല. പിന്നെ അന്ന് പറഞ്ഞതിനെല്ലാം പരസ്യമായി താൻ മാപ്പ് പറയുന്നുവെന്നും തന്നെ 2 BJP-യുടെ നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും PC ജോർജ് തിരുത്തി പറഞ്ഞു. ഈ തിരുത്തലുകൾ കാണുമ്പോൾ മനുഷ്യന്മാരല്ലേ, ഈ 2 പ്രതികരണങ്ങൾ മുമ്പിൽ വരുമ്പോൾ ആളുകൾ ആലോചിക്കും ഇതിൽ ഏതാണ് വസ്തുതയുള്ളതെന്ന്, ഏതിനാണ് ആത്മാർത്ഥതയുള്ളതെന്ന്, ഏതിനാണ് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതെന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് പ്രതികരണമാണ് അതിൽ ആത്മാർത്ഥമായി ഉള്ളതെന്ന്. ഏതാണെങ്കിലും BJP-ക്കെതിരെ കഴിഞ്ഞ കുറെ കാലമായി ഉയർന്ന വിമർശനങ്ങൾ, അതിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ മണ്ഡലങ്ങളിലേക്ക് ഒഴുക്കി എന്നുള്ള പ്രതിപക്ഷ രാജ്യത്തുൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം, സംസ്ഥാനത്താണെങ്കിൽ LDF-ന്റെയും UDF-ന്റെയും വിമർശനം, ആ വിമർശനത്തിന് അനുകൂലമാകുന്ന പ്രതികരണമാണ് PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിലിനി BJP നേതൃത്വം എന്തെങ്കിലും കൂടുതൽ പ്രതികരണം നടത്തുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യം ശ്യാമലി തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രതികരണമായി എത്തിയിരിക്കുന്നു. അതും മനസ്സ് തുറന്നുള്ള ഒരു സംസാരം. ആ സംസാരം അതിനി മായ്ച്ചു കളയാൻ BJP നേതൃത്വം വിചാരിച്ചാലും കഴിയില്ല. തിരുത്തി പറയിപ്പിക്കാം, പക്ഷെ തിരുത്തി പറഞ്ഞാലും സത്യമല്ലാതെ ആവുന്നില്ലല്ലോ എന്ന ചോദ്യം ജനങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാവില്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം.